തേനിൽ ഹാർഡ്വെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഫാക്ടറിയാണ്. ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചൻ്റെയും വാൾഡ്രോബ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറിയാണ്. നമുക്ക് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കിടക്കാം. ഇത് ബത്തേരി തന്നെയുള്ള ഫാക്ടറിയാണ്. എല്ലാ സ്ഥലത്തും പൊതുവെ ഫാക്ടറികൾസ് ഉണ്ട്. നമുക്ക് ബത്തേരിയുള്ളൊരു ഫാക്ടറി കാണാം. ഈ ഫാക്ടറിയുടെ പേര് ട്രിനിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. ഇതൊക്കെ ഈ കട്ടിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന മൾട്ടി പ്ലൈവുഡ്സുകളാണ്. ഇത് MDF ആണ്, ലാമിനേറ്റഡ് MDF ആണ്. ഇതൊക്കെ ഫിനിഷ് പ്രൊഡക്റ്റുകളാണ്. ഇവരുടെ ഈ ഫാക്ടറിയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കട്ടിങ് ആയിരിക്കും. അതേപോലെ എഡ്ജ് ബാൻഡ് വളരെ നീറ്റായിരിക്കും. ഈ കാണുന്ന പോലെ എഡ്ജ് ബാൻഡ് എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ഒട്ടിച്ച് വരുന്നതാണ്. അത് നമുക്ക് മെഷീനറീസ് ഒക്കെ കാണാം. ഇതവരുടെ ഓഫീസാണ്. സീലിംഗ് ഒക്കെ അവർ തന്നെ ചെയ്താണ്. നമുക്ക് വീട്ടിലെ ഇന്റീരിയർ ഒക്കെ ഉണ്ടെങ്കിൽ, വയനാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇതൊക്കെ അവര് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ എഡ്ജ് പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വെച്ച് എഡ്ജ് ബാൻഡൊക്കെ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് വരുന്നതാണ്. ഇത് കണ്ടില്ല, എഡ്ജ് ബാൻഡൊക്കെ അടിച്ച്. ഇത് പ്ലൈവുഡാണ്. പ്ലൈവുഡിനകത്ത് ഐവറിൻ്റെ മൈക്ക്, ബാക്കിൽ ഇന്നർ വൈറ്റും, പിന്നെ സൈഡിൽ 2mm എഡ്ജ് ബാൻഡും അടിച്ചാണ്. കണ്ടില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. കാണുന്നതൊക്കെ എഡ്ജ് ബാൻഡ് ചെളികളാണ് എല്ലാം പോകുന്നത് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ മെഷർമെന്റ് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ആ മെഷർമെന്റ് അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്താൽ മതി. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഇവര് മൈക്ക് ഒട്ടിക്കുന്നത്. ഇതിങ്ങനെ രണ്ട് സൈഡിലും, അല്ലെങ്കിൽ ഒരു സൈഡാണെങ്കിൽ ഒരു സൈഡ് ഇതേപോലെ ഈ ഗം അപ്ലൈ ചെയ്തതിനു ശേഷം ഈ മിഷനിൽ പ്രസ് ചെയ്തിരിക്കും. ഇത് പഴയ ഓരോന്നോരോന്ന് വിധമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മൈക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെക്കും. എന്നിട്ട് ആ മെഷീനിൽ പ്രസ് ചെയ്തിട്ട് 24 മണിക്കൂർ വെക്കും. ഇപ്പോൾ ഒട്ടിക്കാനുള്ള മൈക്കാണ് ഇത്. പിന്നർ മൈക്കാണ് കാണുന്ന. ലേസർ മെഷീനാണ്. ലേസർ മെഷീൻ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡിസൈൻസ് എഴുതാനും ഒക്കെ പറ്റും. ഈ ലേസർ മെഷീനകത്ത് എൻഗ്രേവിംഗ് ഒക്കെ ചെയ്യുന്ന ഈ ലേസർ മെഷീനകത്താണ്. ഇതാണ് എഡ്ജ് ബാൻഡിങ് മെഷീൻ. ഇതാണ് എഡ്ജ് ബാൻഡിങ് മെഷീൻ. നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തിക്നെസ് കൊടുക്കാം. അതേപോലെ ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇതിപ്പോൾ എഡ്ജ് ബാൻഡ് അടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അടുത്ത പ്രോസസ്സിന് വേണ്ടി വെച്ചേക്കാണ്. ഇതെല്ലാം അടിച്ചേക്കുന്നതാണ്, എഡ്ജ് ബാൻഡ് അടിച്ചേക്കുന്നതാണ്. എല്ലാവരും കണ്ടാൽ അറിയാം, നല്ല നീറ്റായിട്ട്. ഇത് അക്രലിക്കാണ്. അക്രലിക്കിന് എഡ്ജ് ബാൻഡ് ഒട്ടിച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല ഫിനിഷായിട്ട് വരുന്നത്. ഇതാണ് ഒരു കട്ടിങ് മെഷീൻ. ഇപ്പോൾ അതിൻ്റെ ബ്ലേഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് വെച്ചതിന് ശേഷം പ്ലൈവുഡ് വെച്ച് നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റുകൾ ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും വെക്കാം. കുറച്ചും കൂടെ അടുത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ആ ഇന്നർ മൈക്ക് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ചെയ്യുന്ന ഭാഗമാണ് ഇവരുടെ. ഇങ്ങനെയാണ് നമുക്ക് 3D അവർ തരും. ഈ 3D അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കണമെങ്കിൽ
അങ്ങനെ വെട്ടിക്കാം. ഇതിന്ന് കിട്ടുന്ന മെഷർമെൻറ്റ്സ് അനുസരിച്ചാണ് ഇവർ കട്ട് ചെയ്യുക. ഇതാണ് CNC മെഷീൻ. നമുക്ക് CNC ഓരോ ഡിസൈൻസ്, ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന ഹോൾസൊക്കെ അതിലേക്കാണ്. ആ കാണുന്ന ഹോൾസ് അതേപോലത്തെ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കുന്ന മെഷീനുണ്ട്. നമുക്ക് ഇതിനകത്ത് പെൻഡ്രൈവിനകത്ത് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ ബ്ലേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം ആ ഡിസൈൻസ് ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും ഈ ഡിസൈൻ കാണാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതെല്ലാം പൊടി വലിക്കുന്ന ഒരു മെഷീനാണ്. സാധാരണ നമുക്ക് ഇതിനകത്തും കാണുന്ന പോലെ മില്ലുകളിലൊക്കെ കാണുന്ന പോലെ ഒരു പൊടി വലിക്കുന്ന ഒരു മെഷീനാണ്. ഇത്രയാണ് ഒരു ഫാക്ടറിയിൽ. ഈ ഫാക്ടറിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് പണി തീരും, അതേപോലെ നീറ്റ്നെസ് ഉണ്ടാവും, അതേപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഈ എഡ്ജ് ബാൻഡ് കൈ കൊണ്ട് ഒട്ടിക്കുന്ന ഭാഗങ്ങളാണ് സാധാരണ പൂപ്പലൊക്കെ വരുന്നത്. നമുക്ക് ഈ ഫാക്ടറിയിൽ വെച്ച് ഒട്ടിക്കുന്നതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, കോണ് കയറി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മെഷീനറി ഒരു ഫാക്ടറി പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും ഇതേപോലത്തെ ഒരു ഫാക്ടറിയിൽ നിന്ന് വെച്ച് ഇപ്പോൾ സാധാരണ ആശാരിമാർക്ക് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം.